ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് നല്ല പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉമ്മ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ തേങ്ങയൊക്കെ തിരിവെച്ചു. എന്തിനാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ മൈദാമാവൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ചു. എന്നിട്ട് ഉമ്മ പറഞ്ഞു ഒരു ചരുവത്തിലേക്ക് തട്ടാവുന്ന. ചരുവത്തിലേക്ക് കുറച്ച് മൈദാമാവൊക്കെ തട്ടി. അങ്ങനെ വന്നപ്പോൾ ഉമ്മ ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ ഇഡ്ഡലി തട്ടെടുത്ത് അതിനകത്ത് വെക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി കുമ്പളപ്പം ഉണ്ടാക്കാനാണെന്ന്. അതിനുശേഷം ചക്ക എടുത്തത് നല്ലോണം ക്രഷ് ചെയ്തിട്ട് എന്താ പറയുക, നമ്മുടെ ഈ സംഭവത്തിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ 2 വട്ടമായിട്ടാണ് ചക്കയൊന്ന് അരച്ചിട്ടത്. നമ്മുടെ തേങ്ങ അതിന് കൂടെ തന്നെ കുറച്ച് ജീരകം, അത് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമ്മൾ എന്താ പറയുക, നമ്മുടെ ശർക്കരയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഇച്ചിരി ഒന്ന് ക്രഷ് ചെയ്ത് അരച്ച് പോലെ എടുത്തിട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാൻ അതിനകത്ത് ഇടാനൊരു കാര്യം മറന്നു കേട്ടോ. നമ്മുടെ സോഡാപ്പൊടി ഉപ്പും കുറച്ച് സോഡാപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ബാറ്ററാക്കി എടുക്കാം. പക്ഷെ എന്നെ കൊണ്ട് ഇത് പറ്റൂല എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഇറങ്ങി കേട്ടോ. ഉമ്മാണ് എന്തായാലും ചെയ്ത് തീർത്തത്. സോപ്പിട്ട് കൈ കഴുകി നോക്കി, എന്തായാലും ഈ മൈദാമ ഒട്ടിപ്പിടിച്ചുകൊണ്ട് ഭയങ്കര പാടാട്ടോ പോകാൻ. ഞാൻ വന്നപ്പോഴത്തേക്ക് ഉമ്മ എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മ കുറേ ഈർക്കിലൊക്കെ ഇങ്ങനെ എന്താ പറയുക ഒടിച്ചൊടിച്ച് ചെറിയ പീസാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉമ്മ ഇങ്ങനെ കുമ്പളയാക്കിയിട്ട് അത് ഫില്ല് ചെയ്തിട്ട് എന്താ പറയുക നമ്മുടെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ പാത്രം എന്താ പറയുക അപ്പോഴത്തേക്കൊക്കെ ആവിയൊക്കെ കൂടി വരുന്നുണ്ടായിരുന്നു. ഫ്ലെയിം എന്തായാലും കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ. അപ്പം നമ്മളെന്തായാലും കുറേ ഇട്ട് കൊടുത്തു. നമ്മളല്ല, ഉമ്മ ഇട്ട് കൊടുത്തു. അപ്പോഴത്തേക്ക് ഉമ്മ പറഞ്ഞു ഇതിനകത്ത് എന്താ പറയുക ഇത്തിരി കൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇലയൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് സംഭവം തീർന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിന്ന് ഒരു അരമണിക്കൂറത്തേക്കൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ആ ഇലയുടെയൊക്കെ കളർന്ന് മാറിയിട്ടുണ്ട്, പച്ചപ്പൊക്കെ മാറി. എന്നിട്ട് ഞാൻ ഒരു 5 ഞാൻ തിന്നാനല്ല കേട്ടോ, എന്നാലും ഒരു ഗുമ്മിന് വേണ്ടിയിട്ട് എടുത്തതാണ്. 5 ഞാൻ എടുത്തു. ഓക്കെ, എന്നിട്ട് നമുക്ക് ഭയങ്കര ചൂടാട്ടോ ഇതിന്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അടുപ്പിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് വെച്ചതേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ചൂടോടുകൂടി ഇളക്കിക്കൊണ്ട് എന്തായാലും ഫ്ലോപ്പായിട്ടുണ്ട് സംഭവം. ആ സൈഡിൽ നിന്ന് മൊത്തം ഇതേപോലെ ഒട്ടി പിടിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങളിത് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ, ചൂടാറിയിട്ട് വേണം ഇതെടുക്കാൻ. അല്ലെങ്കിൽ ഈ ഇലയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അതിനകത്തേക്ക് എണ്ണ പുരട്ടിയിട്ട് മാത്രം ഈ മാവിടുക കേട്ടോ. എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം കേട്ടോ അത്. അതുകൊണ്ട് നിങ്ങൾ നോക്കിയത് ഭയങ്കരമായിട്ടൊരു ഒട്ടി വാരി ഇരിക്കുകയാണ്. നമുക്ക് കഴിക്കാനും പാടാം. നമ്മൾ കഴിക്കുന്നതിൻ്റെ പകുതി സാധനവും അതിനകത്തായിരിക്കും വീഴുന്നത്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പക്ഷെ ഭയങ്കര ചൂടാട്ടോ. നമ്മൾ ടേസ്റ്റ് ചെയ്ത് ഫോൾക്കൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത്. നല്ല സംഭവം, നല്ല ടേസ്റ്റിൻ്റെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.